ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സാധാരണയായി കേൾക്കാറുള്ള കൃഷ്ണ കഥകളിലൊക്കെ എങ്ങനെയാണ്, എല്ലാ കഥകളിലും ഓരോ വ്യക്തികൾ കടന്നുപോയിരിക്കുന്ന കൃഷ്ണാനുഭവത്തെക്കുറിച്ചാണ് വർണ്ണിക്കാറുള്ളത്. അത് മാത്രമല്ല, ഭഗവാന്റെ ലീലാവിലാസങ്ങളും ആ ഒരു കഥയിൽ വർണ്ണിക്കാറുണ്ട്. പക്ഷേ മറ്റു കഥകളിൽ നിന്ന് കൃഷ്ണ കഥകളെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, എല്ലാ കഥകളിലും ഒരു സാരാംശം ഉണ്ടാവും. ആ കഥകളിൽ വെറും ഒരു കൃഷ്ണാനുഭവം മാത്രമല്ല, ആ കഥയിൽ കൃഷ്ണനെ വിശ്വസിക്കാത്ത ആൾക്കാർക്ക് പോലും അവരവരുടെ ജീവിതത്തിൽ ബന്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു സാരാംശം, ഒരു മോറൽ, ഒരു അർത്ഥം ഒക്കെ ഉണ്ടാവാറുണ്ട്. ആ ഒരു വലിയ കാര്യമാണ് മറ്റ് ദൈവിക കഥകളിൽ നിന്ന് കൃഷ്ണ കഥകളെ വ്യത്യസ്തമാക്കുന്നത്. ഇതുപോലെ സാരാംശം നിറഞ്ഞ ഒരു കൃഷ്ണ കഥയായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഭഗവാന്റെ വളരെ അടുത്ത് നിൽക്കുന്ന കുറച്ച് പേരുണ്ട്. ഈ കുറച്ച് ആൾക്കാർക്ക് വളരെയധികം അഹന്ത കുടിയേറിയിട്ടുണ്ട്. അവർക്കും ഇതേപോലെ ഒരുപാട് ശക്തികളൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ്. അപ്പോ ഭയങ്കര അഹങ്കാരം കയറി അവർക്ക്. ആ അഹങ്കാരത്തെ ഭഗവാൻ ഒരു പൂ പറിക്കുന്നത് പോലെ ഉള്ളൊരു ലാഘവത്തില് ആ അഹങ്കാരം മാറ്റിക്കൊടുത്തു, ദൂരീകരിച്ചു കൊടുത്തു. അപ്പൊ എങ്ങനെയാണ് ഈ അഹങ്കാരത്തെ ദൂരീകരിച്ചു കൊടുത്തതെന്നും ആർക്കൊക്കെയാണ് ഈ അഹങ്കാരം വന്നത് എന്നും നമുക്ക് ഈ കഥയിലൂടെ അറിയാം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ പ്രിയപ്പെട്ട ആൾക്കാരാണ് അദ്ദേഹത്തിന്റെ ഭാര്യയായ സത്യഭാമാദേവി, അതായത് അർദ്ധാംഗിനിയായ സത്യഭാമാദേവി, വാഹനായ ഗരുഡസ്വാമി, അതായത് പക്ഷിരാജൻ ഗരുഡൻ, മാത്രമല്ല അദ്ദേഹത്തിന്റെ ആയുധമായ സുദർശന ചക്രം. ഇവരിൽ 3 പേരിലും വളരെയധികം ശക്തിയുണ്ട്. അത് 3 പേർക്കും അറിയുകയും ചെയ്യാം. ഈ പ്രപഞ്ചത്തിന് മുഴുവൻ അവരുടെ ശക്തി കൊണ്ട് ഒരുപാടധികം ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭഗവാന്റെ അടുത്ത് നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് വളരെയധികം അഹങ്കാരം ഉണ്ടായിരുന്നു ഇവർക്ക് എല്ലാവർക്കും. ഭഗവാൻ ശ്രീകൃഷ്ണൻ രുക്മിണിക്കും സത്യഭാമയ്ക്കും ദ്വാരകയിൽ ഇരുന്നുകൊണ്ട് ത്രേതായുഗത്തിൽ നടന്ന രാമായണത്തെ ഒരു കഥാരൂപത്തിൽ അവർക്ക് 2 പേർക്കും പറഞ്ഞു കൊടുക്കുകയാണ്. വളരെ രസമായിട്ടാണ് ഭഗവാൻ അത് പറഞ്ഞു കൊടുക്കുന്നത്. അതായത് കേട്ടിരുന്നു പോകും. രാമന്റെ ജനനം തൊട്ട് അവസാനം വരെയുള്ള കഥ ഭഗവാൻ ഇങ്ങനെ ഇരുന്ന് വിശദീകരിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന രുക്മിണി ദേവിക്ക് രാമനോടും സീതയോടൊക്കെ വളരെയധികം ഭക്തി തോന്നുകയാണ്. ആ ഒരു രാമചന്ദ്ര സ്വാമിയോടും സീതാദേവിയുടെ ആ ത്യാഗത്തിനോടൊക്കെ രുക്മിണി ദേവിക്ക് വളരെയധികം ബഹുമാനം തോന്നുകയാണ്. പക്ഷേ കഥയുടെ അവസാനം സത്യഭാമാദേവി ഭഗവാനോട് ചോദിക്കുകയാണ്, അതായത് ഭഗവാൻ ശ്രീകൃഷ്ണനോട് ചോദിക്കുകയാണ്, ഈ രാമചന്ദ്രൻ, അതായത് ഈ ശ്രീരാമചന്ദ്രൻ എന്തിനാണ് ഇത്രയും നാള് സീതാദേവിക്ക് വേണ്ടി അലഞ്ഞു തിരിഞ്ഞ് നടന്നത്? എന്തിനാണ് ഈ സീതാദേവിയെ അന്വേഷിച്ച് ഇത്രയും യുദ്ധങ്ങളൊക്കെ ചെയ്തത്? അത്രയൊക്കെ സൗന്ദര്യവതി ആയിരുന്നോ സീതാദേവി എന്ന് സത്യഭാമ ഭഗവാനോട് ചോദിക്കുകയാണ്. എല്ലാം അറിയുന്ന ആളാണ് ഭഗവാൻ. ഭഗവാൻ അപ്പോൾ തന്നെ അറിയാമായിരുന്നു സത്യഭാമയുടെ ഉള്ളില് താൻ വളരെയധികം സൗന്ദര്യവതിയാണെന്നും മാത്രമല്ല സാമർത്ഥ്യവതിയാണ് എന്നുള്ളൊരു ചിന്ത, അതായത് അഹന്ത എന്ന് തന്നെ പറയാം, അത് കുടിയേറിയിട്ടുണ്ട് എന്നുള്ളത് ഭഗവാന് വളരെ നന്നായിട്ട് തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കഥ ഇവർക്ക് 2 പേർക്കും കൂടെ ഒരുമിച്ച് വിവരിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഈ ഒരു ചോദ്യം സത്യഭാമ ഭഗവാനോട് ചോദിക്കുമ്പോൾ ഭഗവാനെ ഏറെ ദേഷ്യം വരികയാണ്. അതായത് ഒരു വ്യക്തിയുടെ ബാർഹികമായ സൗന്ദര്യത്തിൽ നിന്ന് ആ വ്യക്തിയുടെ മൂല്യം കണ്ടെത്താൻ നോക്കുകയാണ് സത്യഭാമാദേവി. അത് ഭഗവാന് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ദേവലോകത്തെ അതിവിശിഷ്ടമായ ഒരു പുഷ്പമാണ് പാരിജാതപ്പൂ. ഒരിക്കല് ദേവേന്ദ്രനുമായിട്ടുള്ള ഒരു യുദ്ധത്തില് ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ യുദ്ധം ജയിക്കുകയും തുടർന്ന് ആ പാരിജാത പൂവിനെ സത്യഭാമാദേവിക്ക് ഒരു സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. അത് ഇന്നും ദ്വാരകയില് സത്യഭാമാദേവിയുടെ പൂന്തോട്ടത്തിൽ അങ്ങനെ തഴച്ച് വളരുന്നുണ്ട്. സത്യഭാമാദേവിയുടെ മനസ്സിൽ ഈ പുഷ്പം ലഭിക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? ഇത്രയും വിശിഷ്ടമായ ഒരു പുഷ്പം എനിക്ക് തന്നെ കൊണ്ടുവന്ന് തരണം എന്നുണ്ടെങ്കിൽ ഭഗവാൻ എൻ്റെ ഈ സൗന്ദര്യത്തിലും എൻ്റെ ഈ സാമർത്ഥ്യത്തിലും എത്ര മതിമറന്നിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ രുക്മിണിക്ക് പോലും കൊടുക്കാതെ എനിക്ക് ആ പുഷ്പം കൊണ്ട് തന്നത് എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കഥ കേൾക്കുന്ന സമയത്ത് സീതാദേവിയെ തൻ്റെ സൗന്ദര്യവുമായിട്ട്, അതായത് തൻ്റെ ഈ ബാർഹികമായ സൗന്ദര്യമായിട്ട് താരതമ്യം ചെയ്യാൻ മാത്രം വളർന്നത്. അങ്ങനെ നാരായണനും 2 ഭാര്യമാരും ചേർന്ന കഥകൾ പറയുകയും കേൾക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സത്യഭാമാദേവിയുടെ പൂന്തോട്ടത്തില് ഒരു വാനരൻ വന്നു. അപ്പോൾ ഈ വാനരന്മാരെ എന്താണ് ചെയ്യാറുള്ളത്? കയ്യിൽ കിട്ടിയ എല്ലാ സാധനങ്ങളെയും ഇങ്ങനെ പിച്ചി കീറി എല്ലാവരുടെയും നിലത്തൊക്കെ ഇട്ട് ആ ഒരു സ്ഥലം ആകെ അലങ്കോലാക്കുന്നതാണ് അവരുടെ സാധാരണയായ അവരുടെ പ്രവൃത്തി എന്ന് പറയുന്നത്. അതേ പ്രവൃത്തി തന്നെ ഈ വാനരനും ഇവിടെ ചെയ്യുന്നുണ്ട്. അതായത് സത്യഭാമാദേവിയുടെ പൂന്തോട്ടത്തിലെ ഏറ്റവും വിശിഷ്ടമായ ഒരു പുഷ്പമാണ് പാരിജാതം എന്ന് പറയുന്നത്. ആ പൂവിനെയും ആ ചെടിയും ഒക്കെ ഈ വാനരൻ എല്ലാം പൊട്ടിച്ച് പിച്ച് ചീന്തി എല്ലാം ആ പൂന്തോട്ടം മുഴുവൻ അലങ്കോലാക്കി ഇട്ടു. അപ്പോൾ ഇത് കണ്ട് കുറെ ഭടന്മാര്, അതായത് കൊട്ടാരമാകുമ്പോൾ ഇഷ്ടംപോലെ ഭടന്മാരുണ്ടാവുമല്ലോ, ഈ ഭടന്മാര് വാനരനെ ഓട്ടിക്കാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ ശ്രമിച്ചിട്ടും എത്രയൊക്കെ ഭടന്മാര് വന്നിട്ടും ഈ വാനരനെ ആ പൂന്തോട്ടത്തിന്റെ ആ 4 ഒരു ദിക്കിന്റെ ഉള്ളിൽ നിന്ന് പോലും പുറത്തേക്ക് കൊണ്ടുവരാനായി സാധിക്കുന്നില്ല. വാനരൻ ആകെ മിടുക്കനാണ്. ഒരു
ഒരു കൊമ്പിൽ നിന്ന് വേറൊരു കൊമ്പിലേക്ക് ചാടി 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 ഈ ഒരു ഭടന്മാരെയൊക്കെ ആകെ വശം കെടുത്തി കളഞ്ഞു. അപ്പോഴാണ് കുറേ ശ്രമിച്ചിട്ടും ഇത് സാധ്യമാവുന്നില്ല എന്ന് കണ്ടപ്പോൾ അവരെല്ലാവരും ശ്രീകൃഷ്ണസ്വാമിയെയും സത്യഭാമാദേവിയെയും സമീപിച്ചു. എന്നിട്ട് അവരോട് ഇങ്ങനെ പറഞ്ഞു, അതായത് സത്യഭാമാദേവിയുടെ പൂന്തോട്ടത്തെ ഒരു വാനരൻ കയറി ആകെ അലങ്കോലായി, അതായത് മോശമായ അവസ്ഥയിലാണ് ഇപ്പോൾ ആ പൂന്തോട്ടം ഉള്ളത്. ഞങ്ങൾ കുറേ ശ്രമിച്ചു ആ ഒരു വാനരനെ പുറത്തു കൊണ്ടുവരാൻ, പക്ഷെ ഒട്ടും തന്നെ സാധിക്കുന്നില്ല. അതിശക്തനായ വാനരനാണത്, എന്തോ ഒരു അത്ഭുത സിദ്ധിയൊക്കെ ആ വാനരനുണ്ട് എന്ന് ഈ ഭടന്മാർ പറഞ്ഞു. അപ്പൊ ഇത് കേട്ട് ആര് നിൽക്കുന്നുണ്ട്? ഭഗവാന്റെ അടുത്ത് അദ്ദേഹത്തിന്റെ വാഹനമായ ഗരുഡസ്വാമി നിൽക്കുന്നുണ്ട്. അതായത് പക്ഷിരാജനായ ഗരുഡനും അദ്ദേഹത്തിന്റെ അടുത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കേൾക്കുന്ന സത്യഭാമാദേവിക്ക് ആകെ ദേഷ്യം വരികയാണ്. അതായത് താൻ അത്രയും സൂക്ഷിച്ച് അത്രയും പരിപാലിച്ച് കൊണ്ടുവന്ന ആ പൂന്തോട്ടം ഈ രീതിയിൽ മോശമായ അവസ്ഥയിലേക്ക് എത്തിച്ച ആ വാനരന്റെ മേലെ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് സത്യഭാമാദേവി. അപ്പോ ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന പക്ഷിരാജൻ ഗരുഡന് ഈ ഭടന്മാരുടെ മേലെ ഭയങ്കര പുച്ഛം തോന്നുക. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വിചാരിക്കുക, കേവലം ഒരു വാനരനെ പുറത്തേക്ക് ആക്കാൻ സാധിക്കാത്ത ഇവരൊക്കെയാണോ വലിയ അക്ഷോഹിണി സേന? ഇവരാണോ വലിയ വലിയ യുദ്ധങ്ങളൊക്കെ ജയിക്കാൻ പോകുന്നത്? എന്ത് ഭടന്മാരാണ് ഇവര് എന്നുള്ളൊരു വളരെയധികം പുച്ഛ മനോഭാവം ഈ ഒരു ഭടന്മാർക്ക് നേരെയൊക്കെ തോന്നാണ് പക്ഷിരാജൻ ഗരുഡന്. അപ്പോൾ ഈ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നതും ഭഗവാൻ ശ്രീകൃഷ്ണന് മനസ്സിലാവുന്നുണ്ട്. അതായത് സർവ്വചരാചരങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്ന ഭഗവാന് അവരുടെയൊക്കെ മനസ്സിൽ എന്താ നടക്കുന്നത് എന്നറിയാൻ എന്താണ് ഇത്ര വലിയ ബുദ്ധിമുട്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഈ അഹന്തയെ വളരെ നന്നായി മനസ്സിലാവുന്നുണ്ട് ഭഗവാന്. അപ്പൊ ഭഗവാൻ എന്താണ് ആ ക്ഷണം തന്നെ പക്ഷിരാജനോട് പറയുന്നത്? ഗരുഡ, നീ ഈ ഭടന്മാരെയൊക്കെ ചേർത്ത് ആ വാനരനെ ഒന്ന് പുറത്താക്ക്. ഈ ഭടന്മാരെയൊക്കെ കൂട്ടുപിടിച്ച് ഈ ഭടന്മാരുടെയൊക്കെ സഹായത്തോടു കൂടി ആ വാനരരെ ഈ ഒരു കോട്ടയുടെ പുറത്ത്, അതായത് ദ്വാരക കൊട്ടാരത്തിന്റെ കോട്ടയുടെ പുറത്ത് അതിനെ ഓട്ടിച്ചു വിട് എന്ന് ഭഗവാൻ ഗരുഡനോട് പറയുന്നുണ്ട്. അപ്പോ ഇത് കേൾക്കുന്ന ഗരുഡന് ആദ്യം ഒരു ഇത് തോന്നി, എന്താ എനിക്കെന്തിനാണ് ഇത്രയൊക്കെ ഭടന്മാര്, ഞാൻ ഒറ്റയ്ക്ക് തന്നെ മതിയല്ലോ ആ ഒരു വാനരനെ പുറത്താക്കാൻ. എത്ര ശക്തിയാണ്! അതായത് ദേവലോകത്ത് വരെ പോയി വന്ന ഇന്ദ്രന്റെ കയ്യിൽ നിന്ന് അമൃത കലശം പിടിച്ചു വാങ്ങി തൻ്റെ അമ്മയുടെ ദാസ്യം തീർത്ത ആളാണ് ഗരുഡൻ. മാത്രമല്ല സർപ്പങ്ങൾക്കൊക്കെ ഗരുഡന്റെ ആ ഒരു ചിറകടി കേൾക്കുമ്പോൾ തന്നെ അവരൊക്കെ പേടിച്ചോടും. അങ്ങനത്തെ അത്രയും ശക്തിശാലിയാണ് ഗരുഡൻ. അപ്പൊ ആ ഗരുഡനാണോ കേവലം ഒരു വാനരനെ ഓട്ടിക്കാൻ ഇത്രയും ഭടന്മാരുടെ സഹായം വേണ്ടത്? ഈ തരത്തിലുള്ള ചിന്തകളൊക്കെയാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹം ഭഗവാൻ ശ്രീകൃഷ്ണനോട് ഇങ്ങനെ വളരെ വിനയാകുലനായിട്ട് പറയുന്നുണ്ട്, ഈ ഒരു വാനരനെ ഓട്ടിക്കാൻ ഞാൻ തന്നെ ധാരാളമാണ് ഭഗവാനെ. അതായത് ഇത് ഇത്രയും ഭടന്മാരുടെ ഒന്നും ആവശ്യം എനിക്കില്ല, ഞാൻ തന്നെ ധാരാളമാണ് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഭഗവാൻ പറയുന്നുണ്ട്, ഇല്ല, ഈ ഭടന്മാരെ കൂടെ നീ കൂടെ കൂട്ടൂ, അവരെ കൊണ്ട് ഈ ഒരു വാനരനെ പുറത്താക്കാനായിട്ട് നീ ശ്രമിക്കൂ, അതിനുശേഷം നീയും ശ്രമിക്കൂ. അവര് ശ്രമിച്ചിട്ട് നടന്നില്ല എന്നുണ്ടെങ്കിൽ നീ ഇടപെട്ട് ആ വാനരനെ തുരത്തി വിടൂ എന്ന് ഭഗവാൻ ഗരുഡസ്വാമിയോട് പറയുന്നുണ്ട്. ഈ ഗരുഡസ്വാമിയും ഈ പട്ടാളങ്ങളും ഈ പടയും ഒക്കെ ആയിട്ട് ആ ഒരു ഉദ്യാനത്തിന്റെ അടുത്തെത്തി. അപ്പോഴും അവിടെ ആ വാനരൻ ഇരുന്ന് അവിടുത്തെ ഫലങ്ങളൊക്കെ ഭക്ഷിക്കുകയും കുറെ പൂക്കളൊക്കെ എടുത്ത് അതിന്റെ ദേഹത്തൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോ ഈ എന്താ പറയുന്ന ഗരുഡസ്വാമി എല്ലാവരോടും ഈ സൈന്യത്തിനോട് പറയുന്നുണ്ട്, വാനരനെ ഓട്ടിക്കാനായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഓരോരോ ഉത്തരവ് കൊടുത്തോണ്ടിരിക്കും. നീ അവിടെ നിൽക്കൂ, നിങ്ങൾ അവിടെ നിൽക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഓരോ ഉത്തരവ് കൊടുത്തോണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എത്ര തന്നെ ശ്രമിച്ചിട്ടും ഈ ഒരു വാനരനെ പടയാളികൾക്ക്, അതായത് ഭടന്മാർക്ക് ഓട്ടിക്കാൻ കഴിയുന്നില്ല. അപ്പൊ ഇത് കണ്ട് വളരെയധികം ചിരിച്ച് അവരെല്ലാം അങ്ങനെ കളിയാക്കി പുച്ഛിച്ചുകൊണ്ട് ഗരുഡൻ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവരൊക്കെ തോറ്റു പിന്മാറിയതിനു ശേഷം ഗരുഡൻ കളത്തിലിറങ്ങി. അങ്ങനെ ഈ വാനരനെ തൻ്റെ ചിറകുകൊണ്ട്, മനസ്സിനകത്തൊരു വിചാരമാണ്, അതായത് എൻ്റെ ഒരു ചിറകുകൊണ്ട് തട്ടാവുന്നതേ ഉള്ളൂ ഈ വാനരനെന്ന്. അപ്പോൾ ഈ ഉദ്യാനത്തിനുള്ളിലേക്ക് പോയി ഗരുഡൻ ഭയങ്കര വലിയ ഒരു ആജാനുബാഹുവായ രൂപമൊക്കെ എടുത്ത്, വലിയൊരു ആളായി ആ ഒരു രൂപമൊക്കെ എടുത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ചിറകുകൊണ്ട് ആ വാനരനെ തട്ടാനായി ശ്രമിച്ചു. അങ്ങനെ തട്ടിവിട്ടു. ആ വാനരൻ്റെ ദേഹത്ത് ആ ചിറകുകൊണ്ട് ഒരു തട്ട് കൊടുത്തു. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? വാനരൻ എവിടെ അനങ്ങുന്നോ, വാനരനാവട്ടെ അതിലും ശക്തിയിൽ ആ വാല്, അതായത് വാനരന്റെ ആ വാല് കൊണ്ട് ഗരുഡന്റെ മേലെ ഒരു തട്ട് കൊടുത്തു. ഗരുഡനാവട്ടെ ഈ ഒരു തട്ട് കിട്ടിയതും 200 മൈലുകൾക്ക് അപ്പുറം ഉള്ള ഒരു വലിയ സമുദ്രത്തിൽ പോയി പതിച്ചു. ആ സമുദ്രത്തിന്റെ അടിയിൽ പോയിട്ട് ഇങ്ങനെ വീണു ഗരുഡൻ. ആ ഒരു വാനരന്റെ വാല് കൊണ്ടൊരു തട്ട് കിട്ടുമ്പോഴത്തേക്കും ഇത്രയും ദൂരെ പോയി ഒരു സമുദ്രത്തിന്റെ ഉള്ളിലേക്ക് ആഴ്ന്ന് അങ്ങനെ വീഴാണ് ഗരുഡൻ. അപ്പോൾ ഈ വാനരന്റെ
വാലുകൊണ്ട് തട്ടി കിട്ടിയ ഗരുഡസ്വാമി ഈ ഒരു സമുദ്രത്തിന്റെ അടിയിൽ പോയിട്ട് അദ്ദേഹത്തിന് കുറെ നേരത്തേക്ക് ബോധമില്ലായിരുന്നു. അദ്ദേഹം ബോധരഹിതനായിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുറെ നേരം കടന്നു. അപ്പൊ ബോധമൊക്കെ വന്ന സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ബോധം വന്നു. അങ്ങനെ തന്റെ ചിറകുകൾ കൊണ്ട് മെല്ലെ മെല്ലെ നീന്തി നീന്തി എങ്ങനെയൊക്കെയോ സമുദ്രത്തിന്റെ പുറത്തെത്തി. സമുദ്രത്തിന്റെ പുറത്തെത്തുമ്പോൾ ആവട്ടെ ആ തലയൊക്കെ ഇങ്ങനെ മരവിപ്പാണ്. അതായത് ആ അടി കൊണ്ടതിന്റെ മരവിപ്പ് തലയിൽ വല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണത്. അങ്ങനെ ആ ഒരു നനഞ്ഞ് കുതിർന്ന ആ ഒരു ചിറകുകളെല്ലാം ഇങ്ങനെ തട്ടി 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 അതിലുള്ള ജലമൊക്കെ കളഞ്ഞ് വളരെയധികം കഷ്ടപ്പെട്ട് പറക്കാൻ സാധിക്കുന്നില്ല. കാരണം ചിറകുകളെല്ലാം അത്രയും നേരം വെള്ളത്തിൽ കടന്നിട്ട് അത് മുഴുവൻ നനഞ്ഞ് വെള്ളത്തിന്റെ ഭാരം കൊണ്ട് ആ ഗരുഡന് അവിടുന്ന് പറക്കാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ആ തലക്കൊക്കെ ആവട്ടെ വല്ലാത്ത ഭാരം തോന്നുക, വല്ലാത്ത വേദനയൊക്കെ തോന്നുക. അപ്പോൾ ഭയങ്കര കഷ്ടപ്പെട്ടാണ് ഇദ്ദേഹം ഇങ്ങനെ ഈ ചിറകുന്ന ഈ വെള്ളം ഇങ്ങനെ കുടഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. ഈ ഗരുഡസ്വാമി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് ആ ഒരു സമുദ്രത്തിന്റെ അടുത്ത് തന്നെ ഉള്ളൊരു പർവ്വതത്തിന്റെ മേലെ ഒരാള് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആരാണ് ആ ആള്? അതായത് ദ്വാരകയില് ആ ഉദ്യാനത്തിൽ ഉണ്ടായിരുന്ന അതേ വാനരനാണ് ഈ ഒരു പർവ്വതത്തിന്റെ മേലെയും ഇരിക്കുന്നത്. ഗരുഡസ്വാമിയും പെട്ടെന്ന് തന്റെ ദൃഷ്ടി ഒന്ന് മാറ്റിയപ്പോൾ ഈ ഒരു വാനരനെ കണ്ടു. ആ വാനരനെ കണ്ട മാത്രയിൽ തന്നെ ഗരുഡസ്വാമിക്ക് മനസ്സിലായി ഇത് ദ്വാരകയിൽ കണ്ട അതേ ഒരു വാനരനാണ് എന്നുള്ളത്. ഇത് സാധാരണഗതിയിലൊന്നും പെട്ട ഒരു വാനരനല്ല, വളരെയധികം അത്ഭുത ശക്തിയൊക്കെ ഉള്ള ഒരു വാനരനാണ്. അതുകൊണ്ട് പോയി അടിയറവ് പറഞ്ഞ് താൻ ചെയ്ത തെറ്റിന്റെ മാപ്പ് പറയാമെന്ന് അദ്ദേഹവും മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ആ വാനരനെ സമീപിക്കുന്നുണ്ട് ഗരുഡസ്വാമി. എന്നിട്ട് താൻ ചെയ്ത തെറ്റിനൊക്കെ വളരെയധികം മാപ്പ് ചോദിക്കുന്നുമുണ്ട്. മാത്രമല്ല അങ്ങ് ആരാണ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് പറയുന്നത്, ആ വാനരൻ പറയുന്നത്, ഞാൻ ശ്രീരാമദാസനായ ആഞ്ജനേയനാണ് എന്ന്. അഞ്ജനാദേവിയുടെ പുത്രനായ ആഞ്ജനേയനാണ്, ശ്രീരാമദാസനാണ് എന്ന്. നിങ്ങൾ അന്ന് ഞാൻ ആ ഉദ്യാനത്തിൽ വന്ന് എന്നെ വളരെയധികം അപമാനിച്ചു. അതുകൊണ്ട് ഞാൻ ഇനി ആ സ്ഥലത്തേക്ക് വരില്ല. എൻ്റെ ശ്രീരാമചന്ദ്രനെ ഭജിച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഈ ഒരു എന്താ പറയാ ഈ ഒരു പർവ്വതത്തിന്റെ മേലെ തന്നെ ഞാൻ ഇനി വസിക്കും എന്ന് ആ ആഞ്ജനേയൻ അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന ഗരുഡസ്വാമി അദ്ദേഹത്തിനോട് വളരെയധികം മാപ്പ് പറയുന്നുണ്ട്. അയ്യോ, ഞങ്ങളുടെ ഭാഗത്തുനിന്ന് അറിയാതെ വന്നൊരു തെറ്റാണത്. അങ്ങ് ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല. വരൂ, നമുക്ക് ദ്വാരകയിൽ പോയിട്ട് ശ്രീകൃഷ്ണ സ്വാമിയെ കാണാൻ, ഭഗവാൻ ശ്രീകൃഷ്ണനെ നമുക്ക് മുഖം കാണിക്കാൻ, അദ്ദേഹത്തിന്റെ അടുത്ത് പോയിട്ട് മുഖം കാണിക്കാമെന്ന് പറയുന്നുണ്ട്. ആര്? ഗരുഡസ്വാമി ആഞ്ജനേയനോട്. പക്ഷെ ആഞ്ജനേയൻ എന്താണ് പറയുന്നത്? ഇല്ല, ഞാൻ ഇനി ദ്വാരകയിലേക്ക് വരില്ല. ഞാൻ ഈ ശ്രീകൃഷ്ണ സ്വാമിയെ മുഖം കാണിക്കില്ല. കാരണം ഞാൻ ശ്രീരാമദാസനാണ്, ഞാൻ ശ്രീരാമനെ ദർശിക്കാൻ വേണ്ടി മാത്രമേ വരുള്ളൂ എന്ന് അദ്ദേഹവും പറയുന്നുണ്ട്. ഇത്ര ശ്രമിച്ച് വിളിച്ചിട്ടും ആഞ്ജനേയൻ കൂടെ വരുന്നില്ല. അപ്പോൾ ഇനി വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഗരുഡസ്വാമി നേരെ ദ്വാരകയിലേക്ക് പോവുകയാണ്. എന്നിട്ട് നടന്ന സംഭവങ്ങളൊക്കെ ശ്രീകൃഷ്ണ സ്വാമിയോട് ഉണർത്തിച്ചു. എന്നിട്ട് പറഞ്ഞു, ശ്രീകൃഷ്ണ സ്വാമി പറഞ്ഞു, അങ്ങനെയാണോ ആഞ്ജനേയൻ പറയുന്നത്? എന്നാൽ ശ്രീകൃഷ്ണൻ വിളിക്കുന്നു എന്ന് പറയണ്ട, ശ്രീരാമൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി വിളിച്ചിട്ട് വരാൻ വേണ്ടി ആരെയാണ് ഏൽപ്പിക്കുന്നത്? ഗരുഡസ്വാമിയെ ഏൽപ്പിക്കുന്നുണ്ട്. അപ്പൊ ഗരുഡസ്വാമി തിരിച്ചെന്താണ് ഭഗവാനോട് ചോദിക്കുന്നത്? ശ്രീകൃഷ്ണൻ തന്നെയല്ലേ ശ്രീരാമനും എന്ന് ഗരുഡസ്വാമിയും ചോദിക്കുന്നുണ്ട്. അതുപോലും ആഞ്ജനേയനെ അറിയില്ലേ? എന്തൊരു ബുദ്ധിശൂന്യത്തിനാണ് പറയുന്നത്, അതുപോലും അറിയില്ലേ എന്ന് ഗരുഡസ്വാമി ഭഗവാനോട് പറയുന്നുണ്ട്. അപ്പൊ ഭഗവാൻ പറഞ്ഞു, അത്രയും നീ ചിന്തിക്കണ്ട, പോയിട്ട് ആഞ്ജനേയനോട് ശ്രീരാമൻ കാണാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ശ്രീരാമൻ വിളിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഗരുഡനോട് പറയുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വാഹനമായ ഗരുഡസ്വാമി അതേ പർവ്വതത്തിൽ പോയിട്ട് ആഞ്ജനേയനെ കാണുന്നുണ്ട്. എന്നിട്ട് ആഞ്ജനേയനോട് പറയുന്നുണ്ട്, ഭഗവാൻ ശ്രീരാമൻ അങ്ങയും പ്രതീക്ഷിച്ച് ദ്വാരകയിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങ് അദ്ദേഹത്തെ മുഖം കാണിക്കാൻ ഉടനെ തന്നെ വരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന ആഞ്ജനേയ സ്വാമിക്ക് ഏറെ സന്തോഷമാവുകയാണ്. കാരണം ശ്രീരാമദാസനാണ് ആഞ്ജനേയൻ. അപ്പോൾ അദ്ദേഹം ദ്വാരകയിലേക്ക് പോവാനായിട്ട് വളരെയധികം തയ്യാറെടുപ്പെടുക്കുകയാണ്. അപ്പോഴാണ് വീണ്ടും ഗരുഡസ്വാമി ഒരു കാര്യം പറയുന്നത്, അങ്ങേക്ക് എന്നേക്കാൾ വേഗത്തിൽ പറക്കാൻ സാധിക്കില്ലല്ലോ, എനിക്കാണെങ്കിൽ 2 ചിറകുകളൊക്കെ ഉണ്ട്, അതുകൊണ്ട് എൻ്റെ തോളിൽ ഇരുന്നോളൂ, ഞാൻ വേഗത്തിൽ തന്നെ പറന്ന് ദ്വാരകയിൽ എത്തിക്കാമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു അഹന്ത പിന്നെയും ഇങ്ങനെ ഉടലെടുക്കാനായിട്ട് തുടങ്ങി. അത് ആ ഒരു കാര്യം ആഞ്ജനേയനോട് പറയുന്നുണ്ട് ഗരുഡസ്വാമി. പക്ഷെ ആഞ്ജനേയൻ പറഞ്ഞു, വേണ്ട വേണ്ട, അങ്ങ് പൊയ്ക്കോളൂ, ഞാൻ അങ്ങേക്കാൾ വേഗത്തില് ദ്വാരകയില് എത്തിക്കോളാം, അങ്ങ് എന്നെ കാക്കേണ്ട ആവശ്യമില്ല, അങ്ങ് പൊയ്ക്കോളൂ എന്ന് ആഞ്ജനേയ സ്വാമിയും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പറയുന്ന ആഞ്ജനേയ സ്വാമിയോട് ഗരുഡസ്വാമി പിന്നെ തിരിച്ചൊന്നും തന്നെ പറയുന്നില്ല. അങ്ങനെ അദ്ദേഹം പ്രണമിച്ചുകൊണ്ട് ദ്വാരകയിലേക്ക് മടങ്ങി. ആര്? ഗരുഡസ്വാമി. അതിനുശേഷം ദ്വാരകയില് ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ആയുധമായ സുദർശന ചക്രത്തെ ഇങ്ങനെ അദ്ദേഹത്തിന്റെ സമീപത്തിലേക്ക് വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇന്ന് ഒരു വിശിഷ്ട അതിഥി എന്നെ കാണാനായിട്ട് വരുന്നുണ്ട്, അതുകൊണ്ട് ഇന്ന് ആരെന്നെ
വേറെ മറ്റാരെന്നെ ദർശിക്കാൻ വന്നാലും അവരെ ആരെയും നീ കടത്തിവിടരുത്. അതുകൊണ്ട് നീ കവാടത്തിന്റെ മുന്നിൽ പോയിട്ട് കാത്തു നിൽക്കൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇത് കേൾക്കുന്ന സുദർശന ചക്രം എന്നെയാണ് കവാടത്തിന്റെ മുന്നിൽ കാവലായിട്ട് നിർത്തിയിരിക്കുന്നത്. പറയാൻ ഇത്രയേറെ ഭടന്മാരുണ്ട് ദ്വാരകയില്, എന്നിട്ടും എന്നെയാണ് ഭഗവാൻ ഇതിനും നിയോഗിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ആയുധമായിട്ട് മാത്രമല്ല, അദ്ദേഹത്തിന് ഇനി എല്ലാ കാര്യത്തിനും എന്നെ കൂടിയേ തീരൂ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ള ഭാവത്തില് ആരാണ് സുദർശന ചക്രം അങ്ങനെ ഭഗവാന്റെ ആ ഒരു അന്തപുരത്തിന്റെ കവാടത്തിന്റെ മുന്നിൽ പോയി നിന്ന് അങ്ങനെ കട്ടന്ന് തിരിയണം. അതായത് ആ ചക്രം ഭയങ്കര തേജസ്സോടു കൂടി അങ്ങനെ കട്ടന്ന് ഇങ്ങനെ തിരിയുകയാണ് അവിടെ ഇരുന്നിട്ട്. അപ്പോൾ ഉടനെ തന്നെ ഇതൊക്കെ മനസ്സിലാക്കുന്നുണ്ട് ഭഗവാൻ എല്ലാം അറിയുന്നുണ്ട്. എല്ലാവരുടെ മനസ്സിലൂടെയും കടന്നു പോകുന്ന ചിന്തകളെ പറ്റിയിട്ട് ഭഗവാന് നല്ലൊരു ധാരണയുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്ന ഭഗവാൻ സത്യഭാമാ ദേവിയെയും വിളിക്കുന്നുണ്ട്. സത്യഭാമാ ദേവിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്ന് എൻ്റെ പരമഭക്തനായിരുന്ന, അതായത് ത്രേതായുഗത്തിലെ എൻ്റെ പരമഭക്തനും ദാസനുമായിരുന്ന ആഞ്ജനേയൻ, അതായത് ഹനുമാൻ നമ്മളെ ദർശിക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ രാമാവതാരത്തിൽ, അതായത് ശ്രീരാമചന്ദ്രന്റെ രൂപത്തിലാണ് ഞാൻ അദ്ദേഹത്തിന് ദർശനം കൊടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് നീയും സീതാദേവിയുടെ രൂപത്തിൽ വേണം അദ്ദേഹത്തിന് മുന്നിൽ ദർശനം കൊടുക്കാനെന്ന്. അങ്ങനെ ഇത് കേൾക്കുന്ന സത്യഭാമാ ദേവിക്ക് ആകെ വലിയൊരു അഭിമാനം തോന്നുകയാണ് അവരോട് തന്നെ. അതായത് ഞാൻ ഇത്രയും സൗന്ദര്യം ഉള്ളത് കൊണ്ടല്ലേ, എനിക്ക് ഇത്രയും സാമർത്ഥ്യവും തേജസ്സും കഴിവും ഒക്കെ ഉള്ളത് കൊണ്ടല്ലേ സീതാദേവിയുടെ രൂപം എടുക്കാൻ വേണ്ടിയിട്ട് രുക്മിണിയേക്കാൾ കൂടുതൽ എന്നെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് ഞാൻ ശരിക്കും സീതാമാതാവിന്റെ രൂപം അങ്ങനെ അങ്ങോട്ട് ഉൾക്കൊള്ളും. ആര് കണ്ടാലും മതി വരുന്ന രീതിയിൽ സീത എന്നുള്ളൊരു കഥാപാത്രത്തെ അല്ലെങ്കിൽ സീത എന്നുള്ള രൂപത്തെ ഞാൻ എന്നിൽ ഉൾക്കൊള്ളും. അത്രയും ഭംഗിയാണ് അല്ലെങ്കിൽ അത്രയും സൗന്ദര്യമാണ് എന്നിലുള്ളത് എന്ന് ഭഗവാൻ ശ്രീകൃഷ്ണനെ അറിയാവുന്നത് കൊണ്ടല്ലേ എന്നെ തന്നെ ഇതിനായി തിരഞ്ഞെടുത്തത് എന്ന് സത്യഭാമാ ദേവിയുടെ ഉള്ളിലും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു മനോവികാരവും ആർക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്? ഭഗവാൻ ശ്രീകൃഷ്ണന് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇത് കണ്ടും പുഞ്ചിരിച്ച് ഭഗവാൻ രാമാവതാരത്തിലെ ആ രാമന്റെ, ശ്രീരാമചന്ദ്രന്റെ ആ ഒരു രൂപം ഉൾക്കൊള്ളാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഭഗവാൻ നടത്തുകയാണ്. അങ്ങനെ ആഞ്ജനേയൻ അങ്ങനെ ദ്വാരകയിൽ എത്തി. ദ്വാരകയിൽ എത്തുന്ന സമയത്ത് ദ്വാരകയുടെ കവാടത്തിന്റെ മുന്നിലായിട്ട് ആരാണ് നിൽക്കുന്നത്? ചക്രം അങ്ങനെ സർവ്വ തേജസ്സോടുകൂടിയും തിരിഞ്ഞിങ്ങനെ നിൽക്കുകയാണ് സുദർശന ചക്രം. ഭഗവാന്റെ ശക്തിയാണ് സുദർശന ചക്രം ഇങ്ങനെ തിരിഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ സുദർശന ചക്രത്തിനോട് ആവശ്യപ്പെട്ടു, ഞാൻ ശ്രീരാമചന്ദ്രനെ കാണാനായിട്ട് വന്നിരിക്കുകയാണ്, എന്നെ ഉള്ളിലേക്ക് കടത്തിവിടണം എന്ന് ആവശ്യപ്പെട്ടു. ആര്? ആഞ്ജനേയൻ. അപ്പോൾ സുദർശന ചക്രത്തിന് ഭയങ്കരമായിട്ട് ഒരു അഹങ്കാരം. എന്താണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്? ഒരാളെയും അകത്തേക്ക് കടത്തിവിടരുത്, ഇന്ന് എന്നെ കാണാനായിട്ടൊരു വിശിഷ്ട വ്യക്തി വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോ ഇദ്ദേഹം വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പോലും അറിയിക്കാതെ, ഉള്ളിൽ അറിയിക്കാതെ സുദർശന ചക്രം ഇദ്ദേഹത്തെ ആക്രമിക്കാനായിട്ട് പോയി. അതായത് ആഞ്ജനേയ സ്വാമിയെ ആക്രമിക്കാനായിട്ട് പോയി. ആഞ്ജനേയ സ്വാമി ആരാണ്? എല്ലാ ശക്തിയും നിറഞ്ഞ് പരമ ശ്രീരാമദാസനാണ്. അങ്ങനെ ആക്രമിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഇങ്ങനെ തിരിഞ്ഞു പോകുന്ന അതേ സമയത്തിൽ അദ്ദേഹത്തിന്റെ വായ തുറന്നു. ഈ ചക്രം അതിനുള്ളിൽ കയറി അപ്പ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ വായ അടച്ചു പിടിച്ചു. എന്നിട്ട് ആ കവാടം അങ്ങ് തട്ടി തുറന്ന് ഭഗവാൻ ശ്രീരാമചന്ദ്രനെ കാണാനായിട്ട് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ് ഹനുമാൻ സ്വാമി. ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആഞ്ജനേയൻ ആരെയാണ് കാണുന്നത്? താൻ കാണാൻ ആഗ്രഹിച്ച തന്റെ സ്വാമിയെ, ശ്രീരാമചന്ദ്രനെ സർവ്വ തേജസ്സോടും കൂടി അങ്ങനെ നിൽക്കുകയാണ്, ആ ഒരു രൂപത്തിൽ അങ്ങനെ അങ്ങോട്ട് നിൽക്കുകയാണ്. ഇത് കാണുന്ന ആഞ്ജനേയന്റെ കണ്ണിലൂടെ ധാരധാരയായി അശ്രു വരുന്നുണ്ട്. അദ്ദേഹത്തിന് ആ ശ്രീരാമചന്ദ്രനെ കണ്ട് വളരെയധികം മനസ്സ് നിറഞ്ഞ് ആ ഒരു സന്തോഷമൊക്കെ കണ്ണിലൂടെ ഇങ്ങനെ ധാരയായി പ്രവഹിക്കുകയാണ്. അദ്ദേഹത്തെ കാണുന്ന മാത്രയിൽ തന്നെ ഓടിപ്പോയി അദ്ദേഹത്തിന്റെ കാലുകളിൽ വീഴുകയാണ് ആഞ്ജനേയൻ. ആ കാലുകളിൽ വീഴുന്ന ആഞ്ജനേയനെ എണീപ്പിച്ച് അദ്ദേഹത്തിനെ ആലിംഗനം ചെയ്യുകയാണ് ശ്രീരാമചന്ദ്രൻ. അപ്പോൾ ഒരുപാട് സന്തോഷമാവുകയാണ്. അതായത് അദ്ദേഹത്തിന് ഒന്നും പറയാൻ കഴിയുന്നില്ല. ആഞ്ജനേയ സ്വാമി ഇങ്ങനെ വായ തുറക്കാതെ വെച്ചിട്ട് എന്തൊക്കെയോ കണ്ണുകൾ കൊണ്ടൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട്, പറയൂ, എന്താണ് പറയാനുള്ളത് മാരുതി, നിന്റെ വികാരങ്ങൾ നീ പറയൂ, നിന്റെ സ്നേഹം നീ പറയൂ എന്ന് പറയുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ വായില് സുദർശന ചക്രമാണ്. അതുകൊണ്ട് അദ്ദേഹം ഒന്നും പറയുന്നില്ല. ഇങ്ങനെ വായ ഇങ്ങനെ അടച്ചു പിടിച്ച് കണ്ണുകൂടെയും ഇങ്ങനെ കണ്ണും ദേഹമൊക്കെ വെച്ച് എന്തൊക്കെയോ അദ്ദേഹം ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഈ ശ്രീരാമചന്ദ്രന്റെ നിർബന്ധപ്രകാരം ഹനുമാൻ സ്വാമി ഇങ്ങനെ സംസാരിക്കാനായിട്ട്, അതായത് തന്റെ വികാരം പ്രകടിപ്പിക്കാനായിട്ട് സംസാരിക്കാൻ ഇങ്ങനെ തുടങ്ങുകയാണ്. അതിന്റെ ഭാഗമായിട്ട് സ്വാമി എന്ന് വിളിക്കാൻ വേണ്ടി വായ ഇങ്ങനെ തുറന്നപ്പോഴത്തേക്കും ആ വായയിൽ നിന്ന് സർ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒന്ന് ഇങ്ങനെ പറന്നു പോകുന്നു. അപ്പൊ ഇത് കാണുന്ന അന്തപുരത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന എല്ലാവരും 4 ദിക്കിലേക്ക് നോക്കുകയായി. അപ്പോൾ നോക്കുമ്പോ എന്താണ് വായുടെ ഉള്ളിൽ നിന്ന് പോകുന്നത്?
സുദർശന ചക്രം, അതായത് വായുടെ അകത്തായിരുന്നു ഇത്രയും നേരം സുദർശന ചക്രം. തനിക്ക് ഒന്ന് ശ്വാസം പോലും എടുക്കാൻ കഴിയാതെ ആ ചക്രം വായുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കറങ്ങുകയാണ്. പക്ഷെ എന്നാലും ആഞ്ജനേയനെ ആക്രമിക്കാനും കഴിയുന്നില്ല. അത്രയും ശക്തിവാനാണ് ആഞ്ജനേയനെ ആക്രമിക്കാനും കഴിയുന്നില്ല. അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് പുറത്ത് വന്നപ്പോഴത്തേക്കും വളരെയധികം ആശ്വാസം തോന്നാണ് സുദർശന ചക്രത്തിന്. ഒരു ശ്വാസമൊക്കെ കിട്ടിയ പോലത്തെ ഒരു തോന്നലാണ് അദ്ദേഹത്തിന് ഉണ്ടാവുന്നത്. അത്രയും നാള് അദ്ദേഹം കൊണ്ടു നടന്ന അഹങ്കാരമായിരുന്നു, അതായത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വലിയ ഒരു ആയുധം, ഞാൻ ആരിൽ പ്രവേശിച്ചാലും അവരുടെ മരണം ഉറപ്പാണ് എന്നൊക്കെയുള്ള അഹന്ത സുദർശന ചക്രത്തിന്റെ ഉള്ളിന്റെ ഉണ്ടായിരുന്നു. ആ ഒരു നിമിഷം തന്നെ ആ അഹന്ത എല്ലാം അങ്ങോട്ട് ശമിച്ചു. പുഞ്ചിരി തൂകി നിൽക്കുകയാണ് ശ്രീരാമ രൂപ അണിഞ്ഞ ശ്രീകൃഷ്ണസ്വാമി. അങ്ങനെ അവർ തമ്മിലുള്ള സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ആഞ്ജനേയ സ്വാമി ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും അടുത്ത്, അതായത് ശ്രീകൃഷ്ണസ്വാമിയുടെ അടുത്ത് തന്നെ സത്യഭാമ ദേവി സീതാദേവിയെ പോലെ അണിഞ്ഞൊരുങ്ങി, ഇങ്ങനെ ഭയങ്കരമായിട്ട് ഒരുങ്ങി, ഭയങ്കര എന്തൊക്കെയോ ചൂടാമണിയും എല്ലാം വെച്ച് വല്ലാതെ അണിഞ്ഞൊരുങ്ങി ഒരു രാജകുമാരിയെ പോലെ ശ്രീകൃഷ്ണസ്വാമിയുടെ അടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഹനുമാൻ സ്വാമി, ആഞ്ജനേയ സ്വാമി ചോദിക്കുന്നുണ്ട്, ശ്രീരാമസ്വാമിയോട് ചോദിക്കുന്നുണ്ട്, എവിടെ എൻ്റെ സീതാമാതാവ് എവിടെ? നിങ്ങളെ രണ്ടുപേരെയും കാണാനായി എൻ്റെ കണ്ണുകൾ കൊതിക്കുകയാണ്. എവിടെ എൻ്റെ സീതാമാതാവിനെ ഒന്ന് കാണിച്ചു തരൂ. എന്തുകൊണ്ടാണ് ഞാൻ വന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടും സീതാമാതാവിനെ എനിക്ക് കാണാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് മാതാവ് എൻ്റെ അടുത്തേക്ക് വരാത്തത് എന്ന് ശ്രീരാമസ്വാമിയോട് ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നിട്ട് ആഞ്ജനേയ സ്വാമി എന്താണ് പറയുന്നത്? സത്യഭാമാദേവി ഒന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്, അങ്ങയുടെ ദാസിയോട് പോയിട്ട് സീതാമാതാവിനെ ഒന്ന് വിളിച്ചോണ്ട് വരാൻ പറയൂ എന്ന്. ഇത് കേൾക്കുന്ന സത്യഭാമാദേവി ആകെ തകർന്നു. അതായത് സീതാമാതാവിനെ പോലെ അണിഞ്ഞൊരുങ്ങി അത്രയും വേഷമൊക്കെ കെട്ടി വന്ന് നിൽക്കുകയായിരുന്നു സത്യഭാമാദേവി. അതായത് ദേവിയുടെ ഉള്ളിൽ തന്നെ വലിയൊരു വിശ്വാസമുണ്ട്, താൻ ഭയങ്കര സൗന്ദര്യവതിയാണ് എന്ന്. ഹനുമാൻ സ്വാമിയുടെ ആ ഒരു വാക്ക് കേൾക്കുമ്പോഴത്തേക്കും തൻ്റെ മനസ്സിൽ താൻ കെട്ടിപ്പടുത്തുയർത്തിയ ആ വലിയൊരു വിചാരം അങ്ങനെ താഴ്ന്ന് അടിഞ്ഞു പോവുകയാണ്. ഇതും കണ്ടുകൊണ്ട് പുഞ്ചിരി തൂകി നിൽക്കുകയാണ് നമ്മുടെ ഭഗവാൻ. അപ്പോൾ ആഞ്ജനേയ സ്വാമിയുടെ ഈ ശബ്ദം കേട്ട് അടുക്കളയിൽ നിന്ന് ആഞ്ജനേയ സ്വാമി വരുന്നുണ്ട് എന്ന് അറിഞ്ഞ് വളരെയധികം വിശിഷ്ടമായ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു രുക്മിണി ദേവി. അപ്പോൾ ആഞ്ജനേയ സ്വാമിയെ ഒരു നോക്ക് കാണാനായിട്ട് അടുക്കളയിൽ നിന്ന് ഓടി വരികയാണ് രുക്മിണി ദേവി. സാധാരണയായി ഒരു സ്ത്രീയുടെ രൂപത്തിലായിരുന്നു രുക്മിണി ദേവി. സാധാരണ രീതിയിൽ അണിഞ്ഞൊരുങ്ങിയിട്ടോ ഒന്നുമല്ല, ഇതിലൊന്നിനും ഭ്രമമില്ലാത്ത ആളാണ് രുക്മിണി ദേവി. അങ്ങനെ ആഞ്ജനേയ സ്വാമിയെ കാണാനായി ഓടി വരുന്ന സമയത്ത് ഓടി വരുന്ന രുക്മിണി ദേവിയെ കണ്ട് ആഞ്ജനേയ സ്വാമിയും സീതാമാതാവ് എന്ന് വിചാരിച്ച് സീതാമാതാവായി കണ്ടുകൊണ്ട് ദേവിയുടെ കാൽക്കളിൽ അങ്ങനെ അങ്ങോട്ട് വീഴുകയാണ്. ഇത് കാണുന്ന സത്യഭാമാദേവി ആകെ തകർന്നു പോയി. അതായത് സീതാമാതാവായി തയ്യാറെടുക്കാൻ വേണ്ടി ഭഗവാൻ പറഞ്ഞപ്പോൾ സത്യഭാമാദേവി ആ ബാഹ്യ സൗന്ദര്യത്തിന് മാത്രമാണ് അവിടെ ഒരു വലിയ മൂല്യം കൊടുത്തത്. സത്യഭാമ അന്ന് സീതയെ വിലയിരുത്തിയത് ആ ബാഹ്യമായ സൗന്ദര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. സൗന്ദര്യം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു രൂപത്തിൽ മാത്രമല്ല, ആ ഒരു സൗന്ദര്യം യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തിലും സ്വഭാവത്തിലുമാണ് ഉള്ളത് എന്ന് ആ സത്യഭാമാദേവി അന്ന് മറന്നുപോയിട്ടുണ്ടായിരുന്നു. ഈ ഒരു സംഭവത്തിലൂടെ സത്യഭാമാദേവിയുടെ മനസ്സിൽ കയറിയ ആ അഹന്ത അങ്ങനെ അങ്ങോട്ട് ഇല്ലാതെയായി എന്ന് വേണം പറയാൻ. ഇതെല്ലാം നടക്കുന്നതിൻ്റെ ഇടയിലാണ് ആര് വരുന്നത്? ഗരുഡൻ. അത്രയും ദൂരം പറന്ന് അതും ഇത്രയും വേഗത്തിൽ പറന്ന് എത്തിയതേ ഉള്ളൂ അവിടെ. അപ്പോൾ ഈ ഒരു ദൃശ്യമൊക്കെ ഇങ്ങനെ കാണാണ്. ഭഗവാൻ ശ്രീരാമചന്ദ്രനെ ആലിംഗനം ചെയ്തിരിക്കുന്ന ഹനുമാൻ സ്വാമിയും സീതാമാതാവിന്റെ കാൽക്കൽ വീണ് നിൽക്കുന്ന ഹനുമാൻ സ്വാമിയൊക്കെ ഈ ഒരു ഗരുഡസ്വാമി അപ്പം അവിടെ വന്ന് ഇങ്ങനെ കാണുന്നേ ഉള്ളൂ. അതായത് ആഞ്ജനേയനെ തൻ്റെ പുറത്ത് ഇരുത്തി കൊണ്ടുവരാം എന്ന് പറഞ്ഞ ഗരുഡസ്വാമി എത്തുന്നത് ഇപ്പോഴാണ്. അപ്പൊ ഇത് കാണുന്ന ഗരുഡസ്വാമിയുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു തരിയോളമുള്ള അഹങ്കാരവും അവിടെ അങ്ങോട്ട് ശമിച്ച് ഇല്ലാതെയായി. രുക്മിണി ദേവിയുടെ സ്വന്തം കൈകൾ കൊണ്ടുണ്ടാക്കിയ ഒരുപാടധികം ഭക്ഷണങ്ങൾ ആഞ്ജനേയ സ്വാമിക്ക് കൊടുക്കുന്നുണ്ട്. അവരുടെ ഒപ്പമൊക്കെ ഇരുന്ന ആഞ്ജനേയ സ്വാമി ഒരുപാട് സമയം ചെലവഴിക്കുന്നുമുണ്ട്. മാത്രമല്ല ശ്രീരാമചരിതം അവിടെ ഇരുന്ന് ഇങ്ങനെ പറഞ്ഞു കേൾക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിമനോഹരമായിട്ട് പാടാൻ കഴിയുന്ന ആളാണ് ആഞ്ജനേയ സ്വാമി. ആഞ്ജനേയ സ്വാമിയുടെ ഗാനത്തില് നാരദരുടെ വീണയടക്കം സ്വയം പാടി എന്നാണ് പറയുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് നല്ല ഭജൻസ് ഒക്കെ ചെല്ലും. ശ്രീരാമസ്വാമിയുടെ ഭജൻസ് ഒക്കെ ആഞ്ജനേയ സ്വാമിയെക്കാളും ഭംഗിയായിട്ട് വേറെ ആർക്കും ചെല്ലാൻ കഴിയില്ല എന്നാ പറയാം. അപ്പോൾ ഇത്രയും പേരുടെ മുന്നിലിരുന്ന് ആഞ്ജനേയ സ്വാമി ശ്രീരാമസ്വാമിയുടെ ഭജനകളും പാട്ടും ഒക്കെ പാടുമ്പോൾ എല്ലാവരുടെയും കണ്ണിൽ നിന്ന് ധാരധാരയായിട്ടാണ് കണ്ണുനീർ വരുന്നത്. ആ ഒരു കണ്ണുനീർ എന്ന് പറയുന്നത് ഭക്തിയുടെയും ആ അഹന്തയില്ലാത്ത ആ ഒരു സ്വരൂപത്തിൻ്റെയും, അതായത് മനസ്സിനുള്ളിൽ ഉണ്ടായിരുന്ന
ഉണ്ടായിരുന്ന ഒരു കണികയോളമുള്ള അഹന്തകളെല്ലാം പോയി ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ഭക്തിയുടെ ആ ഒരു വലിയ രൂപമായിരുന്നു ആ ഒരു കണ്ണുനീര്. അതായത് ഇവരുടെ ഇടയിൽ ആ സ്നേഹം കണ്ട് സുദർശന ചക്രത്തിനും ഗരുഡസ്വാമിക്കും സത്യഭാമാദേവിക്കും എല്ലാവർക്കും വളരെയധികം സന്തോഷത്തോടു കൂടിയുള്ള ഒരു ആനന്ദാശ്രു തന്നെയായിരുന്നു അവിടെയൊക്കെ വരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ കഥ എന്ന് പറയുന്നത്. ഒരിക്കലും നമ്മളുടെ മനസ്സിൽ നമുക്ക് ദൈവം അരുളിച്ചു തന്ന കഴിവുകളെ കുറിച്ച് ആലോചിച്ച് ഒരിക്കലും അഹന്ത പാടില്ല. കാരണം അഹന്ത ഉള്ളിൽ കയറുന്ന ഏതൊരു മനസ്സിലും മഹേഷൻ വെടിഞ്ഞു പോകും എന്നതാണ് പറയാറുള്ളത്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അല്ലെങ്കിൽ ഭഗവാൻ വിചാരിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ചെറു വിരൽ പോലും അനക്കാൻ സാധിക്കില്ല. ഏതൊരു സർവ്വചരാചരങ്ങളിലും ഭഗവാന്റെ ഒരു പ്രഭയില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ കാര്യം പോലും സാധിക്കില്ല. ഈ ഒരു ചെറിയ വിരൽ പോലും അനക്കണമെങ്കിൽ അദ്ദേഹത്തിന്റെ കാരുണ്യവും കടാക്ഷവും വേണം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഭഗവാന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരായതുകൊണ്ട് മാത്രം ഇത്രയും അഹങ്കാരം വെച്ച് പുലർത്തിയ ആ വ്യക്തികളുടെ എല്ലാ അഹങ്കാരവും ദൂരീകരിച്ചു കൊടുത്ത ആളാണ് സാക്ഷാൽ വൈകുണ്ഠവാസൻ. അപ്പോൾ ഇത്രയും പറഞ്ഞതുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. മാത്രമല്ല, ഇനി നിങ്ങൾ നിങ്ങളുടെ കഴിവുകളിൽ അഹങ്കാരം കാണിക്കുന്ന സമയത്ത് ഒരിക്കലെങ്കിലും ഈ കഥയെ ഒന്ന് ചിന്തിക്കാനായിട്ട് ശ്രമിക്കുക. So thank you all and see you in the next video. Achyutam Keshavam Ramanarayanam Krishna Damodaram Vasudevam Bhaje Sridharam Madhavam Gopika Vallabham Janaki Nayakam Ramachandram Bhaje Ramachandram Bhaje.